ഹായ് ഗായ്സ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ കുറച്ച് കൂടുതലായി ഒരു ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് ഒന്ന് രണ്ട് ഷോർട്സ് ഒക്കെ ഞാൻ ലാസ്റ്റ് വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിരുന്നു. എന്നാലും നമ്മൾ കുറച്ചൊരു ലോങ് ഗ്യാപ്പിലേക്ക് വന്നു. വേറെ ഒന്നും കൊണ്ടല്ല, ഞാൻ കുറച്ച് തിരക്കിലായിരുന്നു. ഈ സ്കൂള് പൂട്ടിയപ്പോൾ തൊട്ട് നിറച്ച് ഞാൻ തിരക്കിലായിരുന്നു. അതാണ് മര്യാദക്ക് കണ്ടിന്യൂറ്റി ആയിട്ട് വീഡിയോ ഇടാൻ പറ്റാണ്ടുന്നത്. അപ്പോൾ നിങ്ങളോട് ക്ഷമ വയ്ക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾ തംബ്നെയിൽ കണ്ട പോലെ എൻ്റെ ഒരു 12 വർഷത്തെ നീണ്ട സ്കൂൾ ലൈഫിനെ പറ്റിയാണ്. 12 അല്ല 14 വർഷത്തെ ഈ ഒരു സ്കൂൾ ലൈഫ് ജേണിയും കുറച്ച് ഇൻസിഡൻസും അങ്ങനെ കുറച്ച് കാര്യങ്ങളും മാക്സിമം പറയാൻ പറ്റുന്ന നല്ല കാര്യങ്ങളും ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ആദ്യം തന്നെ എനിക്ക് പറയാനുള്ളത്, എൻ്റെ സ്കൂൾ ലൈഫ് സ്റ്റാർട്ട് ചെയ്യുന്നത് നമുക്ക് ഇപ്പോൾ നഴ്സറി തൊട്ട് പറയാം. നഴ്സറി ഇപ്പോൾ പാരൻസിനോട് ചോദിക്കുകയാണെങ്കിൽ അവരോടത്ത് ചോദിച്ചപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചതെന്ന് വെച്ചാൽ ഞാൻ അധികം ഒന്നും പോയിട്ടില്ല. ക്യാഷൊക്കെ 1-2 മാസത്തെ കൊടുത്തിട്ട് ഞാൻ വെറും ഒരാഴ്ച അങ്ങനെയൊക്കെ പോയിട്ടുള്ളൂ. പിന്നെ കരഞ്ഞടിച്ച് നിർത്തി. അന്നത്തെ എൻ്റെ ഒരു ഇത് വെച്ചിട്ട് ആദ്യത്തെ മോനായതുകൊണ്ട് അവരതൊക്കെ ഇതാക്കിയിട്ട് എന്താ പോകണ്ടെന്നുള്ള രീതിയിൽ പോയില്ല. പിന്നെ ഞാൻ പോകുന്നത് LKG ഞാൻ CBSE ആയിരുന്നു. LKG തൊട്ട് 3-ാം ക്ലാസ് വരെ ഞാൻ പഠിച്ചിരുന്നത് CBSE സ്കൂളിലാണ്. അപ്പോൾ CBSE സ്കൂൾ എന്ന് പറയുമ്പോൾ നമ്മുടെ സ്റ്റേറ്റിനെ പോലെയല്ല, നല്ല വ്യത്യാസം ഉണ്ടായിരുന്നു. സ്കൂളുകളുടെ കാര്യം പറയുകയാണെങ്കിൽ നമ്മൾ ഇംഗ്ലീഷ് മിക്കപ്പോഴും സംസാരിക്കണം. മലയാളം സംസാരിക്കുന്നതിന് നമുക്ക് ചീത്തയടി കിട്ടിയ സംഭവങ്ങളുണ്ട്. അതേപോലെ തന്നെ അവിടുത്തെ കൂട്ടുകെട്ടിനെറ്റ് പറയുകയാണെങ്കിൽ നല്ല കൂട്ടുകാരായിരുന്നു പറയാനുള്ളത്. കാരണം ഞാനിപ്പോൾ 1-2 വർഷം മുമ്പ് ഇൻസ്റ്റഗ്രാമൊക്കെ എത്രയോ കാലങ്ങൾക്ക് ശേഷം ഞാൻ അവർക്കൊന്ന് മെസ്സേജ് അയച്ചിരുന്നു. അതിൽ എൻ്റെ അടുത്ത് നിൽക്കുന്ന കുറച്ച് കൂട്ടുകാർക്ക് മെസ്സേജ് ഇപ്പോഴും ഞാൻ കോൺടാക്ട് കീപ്പ് ചെയ്യുന്നുണ്ട്. അവർക്ക് ഇപ്പോഴും നല്ല രീതിക്ക് മെസ്സേജ് ചെയ്യലും നല്ല ഫ്രണ്ട്ഷിപ്പ് ഇപ്പോഴും നിലനിർത്തുന്നുണ്ട്. അപ്പോൾ ഇൻസ്റ്റഗ്രാമൊക്കെ വന്നാൽ അങ്ങനത്തെ കുറച്ച് ഗുണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ആ 5 വർഷം ഞാൻ 3-ാം ക്ലാസ് വരെ ശരിക്കും പറയുകയാണെങ്കിൽ എൻ്റെ സ്കൂൾ ലൈഫിലെ ഏറ്റവും നല്ല വർഷങ്ങൾ ആയിട്ട് എനിക്ക് ആ വർഷങ്ങൾ പറയേണ്ടി വരും. പഠിച്ച CBSE സ്കൂളാണെങ്കിലും നല്ല മെമ്മറീസും കാര്യങ്ങളൊക്കെ തന്ന വർഷങ്ങളായിരുന്നു ഈ 1 തൊട്ട് 3 വരെ പറയുകയാണെങ്കിൽ. അതിൽ മോശമായിട്ടുള്ള കാര്യങ്ങൾ കൂടുതൽ സംഭവിച്ചിട്ടുണ്ട്. എങ്ങനെയാ വെച്ചാൽ ഞാൻ ശരിക്കും ഇപ്പോൾ ഉള്ള പോലെ ആയിരുന്നില്ല. ഞാൻ കുറച്ച് ടെററായിരുന്നു ശരിക്കും പറയുകയാണെങ്കിൽ. അതായത് മിക്കപ്പോഴും ഓഫീസ് റൂമിൻ്റെ മുമ്പിലുണ്ടാവും. ഓഫീസ് റൂമിൽ സ്ഥിരം ഒരു പുള്ളി ഉണ്ടാവുമല്ലോ, ആ പുള്ളിയായിട്ടുള്ള ഒരാളായിരുന്നു ഞാൻ. കാരണം മിക്കപ്പോഴും ഒന്നെങ്കിൽ എന്തെങ്കിലും അടി ഉണ്ടാക്കിയിട്ടായിരിക്കും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെറിയ കേസാണെങ്കിൽ പോലും എപ്പോഴും സ്കൂളിൻ്റെ മുമ്പിലുണ്ടാവും, അല്ലെങ്കിൽ മാർക്ക് കുറഞ്ഞിട്ടോ അങ്ങനെ മിക്കപ്പോഴും എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയിട്ടായിരിക്കും ഞാൻ ഉണ്ടാവുക. മിക്കപ്പോഴും ഞാൻ ഓഫീസ് റൂം മുമ്പിലുണ്ടാവും, അടി കിട്ടും. സ്ഥിരം പരിപാടി റിപ്പീറ്റ്. ഇങ്ങനെ തന്നെയായിരുന്നു 3-ാം ക്ലാസ് വരെ പോയിക്കൊണ്ടിരുന്നത്. എന്നാലും ലൈഫിൽ കുറേ നല്ല മൊമെന്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ ചെറുപ്പത്തായതുകൊണ്ട് ഒരു ഭാരം അറിയാണ്ട് കടന്ന കാലഘട്ടമായിരുന്നു ഈ LKG തൊട്ട് 3-ാം ക്ലാസ് വരെ പറയുകയാണെങ്കിൽ. അങ്ങനെ പിന്നെ എൻ്റെ അച്ഛന് ട്രാൻസ്ഫറും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടാണ് ഞാനിപ്പോൾ താമസിക്കുന്ന കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലേക്ക് ഞാൻ വരുന്നത്. ഇവിടുത്തെ ലൈഫിനെ പറ്റി പറയുകയാണെങ്കിൽ തികച്ചും വ്യത്യസ്തമായിട്ടുള്ള ലൈഫായിരുന്നു. അതായത് നമ്മൾ CBSE സ്കൂളിൽ നിന്ന് സ്റ്റേറ്റിലേക്ക് വരുമ്പോൾ അത്ര കാലം ജീവിച്ചൊരു ഇതേ ആയിരുന്നില്ല ഇങ്ങോട്ടേക്ക് വന്നേ. പിന്നെ സ്കൂൾ തന്നെ മൊത്തത്തിൽ എൻ്റയർ ചേഞ്ച് ആയ പോലെയായിരുന്നു. കാരണം അവിടെ എന്ന് പറയുമ്പോൾ ഓവറോൾ നമ്മളൊപ്പം പഠിക്കുന്നവരൊക്കെ അത്യാവശ്യം ക്യാഷുള്ള അല്ലെങ്കിൽ നല്ല സ്റ്റേബിൾ ആയിട്ടുള്ള ആൾക്കാരായിരിക്കും നമ്മളൊപ്പം പഠിക്കുന്ന ആൾക്കാർ. അപ്പം നമുക്ക് ആ ഒരു ലൈഫിനെ പറ്റി മാത്രമേ അറിയുള്ളൂ. ഒരു കുറച്ച് അടിച്ചുപൊളി ലൈഫ് ആയതിനെ പറ്റി നമുക്ക് മാത്രമേ അറിയുള്ളൂ. പക്ഷെ ഇങ്ങോട്ടേക്ക് വന്നപ്പോൾ തൊട്ട്, ഞാൻ സ്റ്റേറ്റിലേക്ക് വന്നപ്പോൾ തൊട്ടാണ് എനിക്ക് പല ടൈപ്പിലുള്ള ജീവിതങ്ങളെ പറ്റി മനസ്സിലാക്കാൻ സാധിച്ചത്. അതായത് പാവപ്പെട്ടവരും പണക്കാരനും ഒരു ആവറേജ് ആയിട്ട് നിൽക്കുന്ന ആൾക്കാരും എല്ലാവരും കൂടെ ഒരുമിച്ച് ഒരു സ്ഥലത്തുനിന്ന് പഠിക്കുകയാണ്, ഗവൺമെന്റ് സ്കൂൾ എന്നൊക്കെ പറയുകയാണെങ്കിൽ സ്റ്റേറ്റിൽ. അപ്പോൾ നമുക്ക് എല്ലാവരുടെ ഫാമിലീസിനെ പറ്റിയും വേർതിരിച്ച് അറിയാൻ പറ്റും. 100, 200, 500 എടുക്കാൻ പറ്റുന്ന ആൾക്കാരുണ്ടാവും, 5ഉം 10ഉം എടുക്കാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാരുണ്ടാവും. അപ്പോൾ അങ്ങനെ ലൈഫിനെ പറ്റി വലിയ വലിയ കാര്യങ്ങൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ഞാൻ ഈ സ്റ്റേറ്റിലേക്ക് വന്നപ്പോഴാണ്. അപ്പോൾ 3 കഴിഞ്ഞ് 4ലേക്ക് വന്നപ്പോൾ നോക്കുമ്പോൾ സ്കൂളിൽ നമുക്ക് ചെറുപ്പത്തിൽ ചോറൊക്കെ ഉണ്ട്. പിന്നെ മിക്ക സംഭവങ്ങളും ഫ്രീ ആണ്. പിന്നെ അവിടുത്തെ അത്ര സ്ട്രിക്റ്റ് അല്ല, നമുക്ക് എന്ത് വേണമെങ്കിലും കാണിക്കാം, നല്ല ഫ്രീഡം ഉണ്ട്. ആ ഒരു ഇതായപ്പോൾ എനിക്ക് നല്ല ഹാപ്പി ആയിരുന്നു. എന്നാലും മുമ്പത്തെ സ്കൂളൊക്കെ മിസ് ചെയ്യായിരുന്നു. 4 ഈ പറഞ്ഞ പോലെ 3ന്റെ അത്ര ഒന്നും ഇല്ലെങ്കിലും കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുമായിരുന്നു. എപ്പോഴും അങ്ങനെ ഓഫീസ് റൂം മുമ്പിലൊന്നും അങ്ങനെയൊന്നുമല്ല, വല്ലപ്പോഴും 1-2 വട്ടമൊക്കെ അത്രയ്ക്ക് നിന്നിട്ടില്ല. എന്നാലും ക്ലാസ്സിലൊക്കെ ഇടയ്ക്കിടയ്ക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവും. അങ്ങനത്തെ ഒരു ക്യാരക്ടറായിരുന്നു എൻ്റെ ഇത് പറയുകയാണെങ്കിൽ. പിന്നെ ചെറിയ കുട്ടികളാകുമ്പോൾ അതിൻ്റെതായ നല്ല കളികളും അടിച്ചുപൊളികളും അങ്ങനെയൊക്കെ കുറേ ഇതായിട്ട് നിന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ 4-നും 5-ന്നൊക്കെ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. പാരൻസ് മീറ്റിംഗ് ഒക്കെ വിളിക്കുമ്പോൾ അമ്മ വരുമല്ലോ, അമ്മ വരുമ്പോൾ ടീച്ചേഴ്സൊക്കെ ഇങ്ങനെ നിർത്തി ചോദിക്കാറുണ്ട്, ഇതിപ്പോൾ CBSE സ്കൂളിൽ വന്നിട്ട് നിങ്ങൾ കയറൂരി വിട്ടേക്കാണ് എന്താ. അങ്ങനെ കുറേ എല്ലാവരും വിളിച്ചിട്ട് അമ്മേനെ നാണം കെടുത്തിയിട്ടും അങ്ങനെയൊക്കെ കുറേ ഇൻസിഡൻസ് ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ എനിക്ക് എന്നോട് ഓർക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ ഞാൻ ഓരോ വലിയ വലിയ ക്ലാസ്സുകൾക്ക് പോകുന്നതോറും ഇങ്ങനെ ഡൗൺ ആയി വന്നു. അതായത് നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ, ചെറുപ്പത്തൊക്കെ പാവമായിരുന്നൊരു വലുതാവും നല്ല ടെററാകും, ചെറുപ്പത്ത് ടെററായ ആൾക്കാർ വലുതാകുമ്പോൾ നിഷ്കളങ്കരാകും. അതേപോലത്തെ ഇതാണ് ശരിക്കും എൻ്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ. വലുതാവുന്നവർ കുറച്ചുകൂടെ പാവമായി വന്നു. അങ്ങനെ പിന്നെ UP 5-ാം ക്ലാസ്സോ 6-ാം ക്ലാസ്സോ അങ്ങനെ കടന്നു. അക്കാഡമിക്സ് വലിയ കുഴപ്പമില്ലായിരുന്നു. ചെറുപ്പം തൊട്ട് വലിയ കുഴപ്പമില്ലാണ്ട് പഠിക്കായിരുന്നു, ഇപ്പോഴല്ല ചെറുപ്പത്തൊക്കെ. അപ്പോൾ അങ്ങനെ കുഴപ്പമില്ലാണ്ടൊക്കെ അങ്ങനെ പോയി. പിന്നെ എനിക്ക് 6-ാം ക്ലാസ്സിൽ നിന്ന് കുറച്ച് തടി ഉണ്ടായിരുന്നു, കുറച്ച് കൂടുതൽ തടി ഉണ്ടായിരുന്നു. മുഖമൊക്കെ ഇങ്ങനെ വീർത്തിട്ടായിരുന്നു നിൽക്കല്.
അങ്ങനെ കുറച്ചൊരു കളിയാക്കിയിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ അന്നൊക്കെ നല്ല വിഷമം തോന്നിയിട്ടുണ്ട്. ഇപ്പം ആലോചിക്കുമ്പോൾ കുഴപ്പമില്ല, നെവർ മൈൻഡ്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു സ്കൂൾ ലൈഫായിരുന്നു. എനിക്കിപ്പോഴുള്ള ബെസ്റ്റ് ഫ്രണ്ട്സ് എനിക്ക് 6ാം ക്ലാസ്സിലൊക്കെ കിട്ടിയതാണ്. അപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞ 6 വർഷങ്ങൾ ലൈഫിൽ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള അത്യാവശ്യം നല്ല മെമ്മറബിൾ മൊമെന്റ്സ് ഉള്ള ഇൻസിഡൻസ് ഒക്കെ സമ്മാനിച്ച കാലഘട്ടമായിരുന്നു ഈ ഒരു കാലഘട്ടം എന്ന് പറയുകയാണെങ്കിൽ. അതിനുശേഷം 7ാം ക്ലാസ് എത്തിയില്ല, 6 ലാസ്റ്റ് എക്സാം എനിക്കൊന്ന് മാത്സിന്റെ എക്സാം എഴുതിയപ്പോഴാണ് അന്ന് പറഞ്ഞത് കുറച്ച് ദിവസത്തേക്ക് എക്സാംസ് മാറ്റി വെച്ചു, കൊറോണ കേരളത്തിൽ ഒരാൾക്ക് സ്ഥിരീകരിച്ചിട്ടുണ്ട്. പിന്നെ അങ്ങോട്ട് കൊറോണ കാലമായിരുന്നു. പിന്നെ കൊറോണ കാലത്തിനെ പറ്റി പറയുകയാണെങ്കിൽ എല്ലാവർക്കും പല പല ടൈപ്പ് ആയിരിക്കും. നമുക്കറിയാം ഓൺലൈൻ ക്ലാസ്സും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഒരു വക പഠിക്കൂലായിരുന്നു, ഓൺലൈൻ ക്ലാസ് വെറുതെ വെക്കും. ആദ്യമൊക്കെ വെറുതെ ബോറടിച്ച് അരമണിക്കൂർ എങ്ങനെയൊക്കെ തള്ളി നീക്കി. പിന്നെ ഞാൻ 2x 1.5x ഇട്ടിട്ട് 15 മിനിറ്റിൽ കണ്ടെടുത്തിട്ടുണ്ട്. പിന്നെ ഫുൾ അടിച്ചുപൊളി ആ ഒരു രീതിയിലായിരുന്നു. എല്ലാവർക്കും ഇങ്ങനെയാണെന്ന് അറിയില്ല. എനിക്ക് കൊറോണക്കാലം പേഴ്സണലി പറയുകയാണെങ്കിൽ ലൈഫിലെ ഏറ്റവും നല്ല ഗോൾഡൻ ഡേയ്സ് എന്നൊക്കെ പറയുമല്ലോ, അങ്ങനത്തെ ഡേയ്സ് ഉണ്ടായത് കൊറോണ കാലത്തായിരുന്നു. നെയ്ബേഴ്സ് ഫ്രണ്ട്സൊക്കെ ആയിട്ട് കളിക്കാൻ പോവുക, ഫാമിലിയിലൊക്കെ ഒരുമിച്ച് ടൈം സ്പെൻഡ് ചെയ്യുക, അങ്ങനത്തെ ഒരുപാട് നല്ല മൊമെന്റ്സും കാര്യങ്ങളും ഉണ്ടായിരുന്ന വർഷങ്ങളായിരുന്നു ഈ കൊറോണ കാലഘട്ടം എന്ന് പറയുകയാണെങ്കിൽ. അങ്ങനെ കൊറോണ കാലഘട്ടം വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ പോയി. പഠിത്തത്തിൻ്റെ ആണെങ്കിൽ പറ്റ മോശമായിരുന്നു. അതിനിടയ്ക്ക് USSലൊക്കെ സെലക്ട് ചെയ്യായിരുന്നു. ഞാൻ കുറെ കാലമൊക്കെ നമ്മുടെ ഗൈഡൊക്കെ ആക്കി പഠിച്ചിരുന്നു. പിന്നെ എന്താ എക്സാം നീട്ടി വെച്ചു, നടത്തുന്നില്ല, അങ്ങനെ എന്തൊക്കെ കേട്ടിരുന്നു. പിന്നെ 8ാം ക്ലാസ് കഴിയാറായപ്പോൾ 8ാം ക്ലാസ് ജാനുവരി ഒക്കെ എത്തിയപ്പോഴാണ് പിന്നെ USSന്റെ എക്സാം നടത്തേണ്ടത്, അതായത് 7ാം ക്ലാസ്സിൽ നടത്തേണ്ട എക്സാം. പെട്ടെന്നാണ് എക്സാമിൻ്റെ കാര്യം പറയുന്നത്. അപ്പോൾ ഒരു പ്രിപ്പറേഷൻ കാര്യങ്ങളും ചെയ്യാണ്ട് 6-7 മാർക്കിനിട്ട് എനിക്ക് USS പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പഠിത്തത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അങ്ങനെ ഒരു ഇതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഈ 6ാം ക്ലാസ് വരെയാണ് സ്കൂൾ ലൈഫിൽ ഏറ്റവും നല്ല കാലങ്ങൾ എനിക്ക് ഉണ്ടായത്. അതിനുശേഷം വരുന്ന കാലഘട്ടം വളരെ മികച്ചതാണ്, ഞാൻ പതിയെ പറയാം. പിന്നെ 8ാം ക്ലാസ് ഓൾമോസ്റ്റ് അങ്ങനെ തന്നെ, നമുക്ക് അക്കാഡമിക്സ് കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. ഏതോ ഒരു ഘട്ടത്തിൽ വെച്ച് സ്കൂൾ തുറന്നു, 1 മാസം പോയി, പിന്നെയും കൊറോണ സ്കൂൾ കൂട്ടി, ലാസ്റ്റ് എക്സാം മാത്രം എഴുതി. അങ്ങനെ എന്തൊക്കെയായിരുന്നു 8ാം ക്ലാസ്. 8ാം ക്ലാസ്സിന് നല്ല മെമ്മറബിൾ ആയിട്ട് ഒന്നുമില്ല, 2 ബാച്ചൊക്കെ ആയിട്ട് തിരിച്ച് വെറുതെ സ്കൂളിൽ പോയി വന്നു, ആ ഒരു റേഞ്ചിലുണ്ടായിരുന്നത്. പിന്നെയാണ് നമ്മുടെ 9ാം ക്ലാസ് വരുന്നത്. 9ാം ക്ലാസ്സിനിട്ട് വരികയാണെങ്കിൽ ശരിക്കും ലൈഫിൽ ഒട്ടും ഒരിക്കലും പോകാൻ ആഗ്രഹിക്കാത്ത ഒരു സ്കൂൾ ലൈഫിലെ വർഷം ഏതാ ചോദിക്കുകയാണെങ്കിൽ അത് 9ാം ക്ലാസ്സാണ്. ലിറ്ററലി ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള സ്കൂൾ ലൈഫ് പറയുകയാണെങ്കിൽ മറ്റു മോശമായിരുന്നു. മോശമായിരുന്നു പറഞ്ഞാൽ കട്ട മോശമായിരുന്നു. നമ്മൾ ഒരിക്കലും ബാക്കോട്ടേക്ക് പോകാൻ ആഗ്രഹിക്കാത്ത വർഷങ്ങൾ എന്ന് പറയുകയാണെങ്കിൽ ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള വർഷമാണ്. എൻ്റെ ക്യാരക്ടർ മൊത്തത്തിൽ മാറിയതും കുറേ ചേഞ്ചസ് ഉണ്ടായതും അങ്ങനെ എല്ലാ സംഭവങ്ങളും ഉണ്ടായതും ഒരു വർഷം എന്ന് പറയുകയാണെങ്കിൽ 9ാം ക്ലാസ് തന്നെയാണ്. ഒരു ഇൻസിഡൻറ്റ് എന്താ ഞാൻ പറയുന്നില്ല, പേഴ്സണൽ കാര്യമാണ്. ആ ഇൻസിഡൻറ്റ് കാരണം നമ്മുടെ ക്യാരക്ടറിനെ മൊത്തത്തിൽ ചേഞ്ച് ചെയ്തെന്ന് പറയേണ്ടി വരും. ഭയങ്കരമായിട്ട് മിണ്ടി ഇതാക്കി ഞാൻ നല്ലോണം ഒതുങ്ങിപ്പോയി, എല്ലാവരോടും സംസാരിക്കാണ്ടായി. അതായത് ഇങ്ങനെ നമ്മൾ മിണ്ടുന്നില്ല, വെറുതെ അക്കാഡമിക്കിൻ്റെ കാര്യം നോക്കുകയാണെങ്കിലും വളരെ മോശമായിരുന്നു. എല്ലാം ജസ്റ്റ് പാസ് ആ ഒരു റേഞ്ചിലാണ് ഉണ്ടായിരുന്നത്. അത്ര ഹാപ്പി ആയിട്ടുള്ള വർഷങ്ങളായിരുന്നില്ല. സ്കൂളിൽ പോകാനേ തോന്നാത്ത വെറുത്ത വർഷങ്ങളായിരുന്നു. അത്രത്തോളം ഞാൻ വെറുത്ത് പോയൊരു വർഷം എന്ന് പറയുകയാണെങ്കിൽ ഈ 9ാം ക്ലാസ് തന്നെയാണ്. ശരിക്കും എനിക്ക് പോകാനേ തോന്നിയിട്ടുണ്ടായിരുന്നില്ല. അത്രത്തോളം ഞാൻ ആ വർഷം എങ്ങനെയെങ്കിലും കഴിഞ്ഞ് കിട്ടിയാൽ മതിയെന്നായിരുന്നു. ലൈഫിൽ അത്രത്തോളം വൃത്തികെട്ട കാലഘട്ടങ്ങൾ എനിക്ക് വേറെ ഇന്നേവരെ എനിക്ക് ഉണ്ടായിട്ടില്ല. എങ്ങനെയൊക്കെയാണ് ഞാൻ ആ വർഷങ്ങൾ തള്ളി നീക്കിയത്. എൻ്റെ ക്യാരക്ടറിൽ ഒരുപാട് ചേഞ്ചസ് ഉണ്ടായിരുന്നു. നമ്മളറിയാം, നമ്മൾ ടീനേജ് ആകുമ്പോൾ ആ ഒരു 14 വയസ്സ് 15 വയസ്സാകുമ്പോഴാണ് ബോയ്സ് വലുപ്പം വെക്കുന്നതും നമ്മുടെ ക്യാരക്ടറൊക്കെ മാറുന്നതും. അപ്പോൾ ആ ഒരു ഇതിൽ നമ്മുടെ ക്യാരക്ടർ എങ്ങനെയാണോ അങ്ങനെയായിരിക്കും ഭാവിയിൽ ഏകദേശത്തിലേക്ക് പോവുക. അപ്പോൾ ആ ഒരു ഇതിൽ എനിക്ക് മാറിയ മാറ്റം എന്ന് പറയുകയാണെങ്കിൽ വല്ലാത്തൊരു മാറ്റമായിരുന്നു. ഞാൻ ഫാമിലീസിനോട്, അതായത് സ്വന്തം വീട്ടിൽ പോലും അല്ലാണ്ട് മിണ്ടാത്തൊരു കാലഘട്ടമായിരുന്നു. അധികം ശബ്ദം ഉയർത്താതെ പുറത്തുനിന്ന് ഫാമിലി മെമ്പേഴ്സ് പുറത്തുനിന്നൊക്കെ എന്തൊക്കെ ചോദിക്കില്ല, അവരോട് വരെ സംസാരിക്കുന്ന നാണം, ചമ്മൽ, ഈ ഒരു ഇതൊക്കെ എനിക്കുണ്ടായിരുന്നു. ഒട്ടും അധികം മിണ്ടാതെ ഇപ്പോൾ ഒരു ക്ലാസ്സിൽ തന്നെ വന്നിട്ട് എൻ്റെ മുമ്പിൽ എന്തെങ്കിലും സംസാരിക്കാൻ പറയുകയാണെങ്കിൽ എനിക്ക് പറ്റില്ല, മുട്ട് വിറയ്ക്കും, എനിക്ക് ശരീരം വിറയ്ക്കും. ആ ഒരു മൈൻഡൊക്കെ ആയിരിക്കും എനിക്കുണ്ടായിരുന്നത്. അങ്ങനെ 9ാം ക്ലാസ് എങ്ങനെയൊക്കെയോ കഴിഞ്ഞു പോയി. പിന്നെയാണ് നമ്മുടെ 10ാം ക്ലാസ് വരുന്നത്. 10ാം ക്ലാസ്സിലത്തെ കാര്യം പറയുകയാണെങ്കിൽ നമുക്കറിയാം, എല്ലാവരും പറഞ്ഞത് ലൈഫിലെ ടേണിംഗ് പോയിന്റ് 10ാം ക്ലാസ്. +1 +2 കുഴപ്പിക്കുക, ഒരു പ്രശ്നമില്ല. 10ാം ക്ലാസ് കുഴപ്പം പാടില്ല. ലൈഫിലെ ഏറ്റവും വലിയ കാര്യം എന്ന് പറയുകയാണെങ്കിൽ 10ാം ക്ലാസ്സാണ്. അതുകൊണ്ട് നല്ല രീതിക്ക് പേടിച്ചിരുന്നു. തുടക്കമൊക്കെ അക്കാഡമിക്കിൻ്റെ കാര്യം ആദ്യം പറയാം, പഠിച്ചിരുന്നു, നല്ല രീതിക്ക് പഠിച്ചിരുന്നു. കഴിഞ്ഞ ദിവസം ഞാൻ അവിടെ ബുക്ക് ഇങ്ങനെ വേസ്റ്റ് ഒക്കെ എടുക്കാൻ വരുമല്ലോ, അപ്പം ഞാൻ ബുക്സ് ഒക്കെ എടുത്ത് നോക്കിയപ്പോൾ എൻ്റെ മാർക്സ് ഉണ്ട് പഴയത്. മിക്കണത്തിന് നല്ല മാർക്ക് ഉണ്ടായിരുന്നു. ഫിസിക്സിലൊക്കെ എനിക്ക് 40-39 ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഇപ്പോൾ കാണുമ്പോൾ വലിയ വിഷമം തോന്നുന്നുണ്ട്. അപ്പോൾ അക്കാഡമിക്സ് അങ്ങനെയൊക്കെ നല്ലോണം പഠിക്കുമായിരുന്നു. പിന്നെ ലാസ്റ്റത്തേക്ക് പോയപ്പോൾ എന്താണെന്നറിയില്ല, ഞാൻ നല്ല രീതിക്ക് ഉഴപ്പി. അങ്ങനെ അധികം ഞാൻ പഠിച്ചിരുന്നില്ല 10 ലാസ്റ്റ് ആയപ്പോൾ. മുമ്പ് അതായത് പഠിക്കുകയാണെങ്കിൽ തന്നെ പഠിച്ചത് തന്നെ വെറുതെ നോക്കുക. ആ ഒരു റേഞ്ചിൽ പോയിട്ട് എനിക്ക് 7+3 A കിട്ടിയത്.
അന്ന് ഞാൻ പെട്ടെന്ന് ഹാപ്പി ആയിരുന്നു, അതായത് വിചാരിക്കാത്തതിനേക്കാൾ കൂടുതൽ എനിക്ക് റിസൾട്ട് കിട്ടി. പക്ഷെ പിന്നീട് അങ്ങോട്ട് ചിന്തിച്ച് നോക്കുമ്പോൾ അധികം പഠിക്കാത്തവർക്ക് വരെ നല്ല മാർക്ക് ഉണ്ട്. അപ്പോൾ ഇപ്പോൾ നോക്കുമ്പോൾ എനിക്ക് കുറച്ച് ഇപ്പോൾ വിഷമമില്ല, പക്ഷെ പിന്നീടേക്ക് ചിന്തിച്ചപ്പോൾ എനിക്ക് ബെറ്റർ സ്കോർ നല്ല രീതിക്ക് ഉണ്ടാക്കിയെന്ന് തോന്നി. വീട്ടുകാർക്ക് കുറച്ച് വിഷമങ്ങളും കാര്യങ്ങളും ഉണ്ടായിരുന്നു. 10 SSLC ലൈഫിനെ പറ്റി ചോദിക്കുകയാണെങ്കിൽ ഞാൻ ടൂറിനൊന്നും പോയിട്ടില്ല. കാരണം എനിക്ക് സ്കൂൾ ലൈഫ് തന്നെ നല്ല ബോറിംഗ് ആയിരുന്നു. എനിക്ക് കൂടുതൽ ടൈം വീട്ടിലിരിക്കാനും അങ്ങനെയൊക്കെയായിരുന്നു ഇഷ്ടമുണ്ടായിരുന്നത്. എനിക്ക് പോകാൻ തീരെ ഇഷ്ടമുണ്ടായിരുന്നില്ല, അതിനാണ് മെയിൻ കാരണം. അപ്പോൾ ടൂറിനൊന്നും അങ്ങനെ പോയിട്ടില്ല, സെൻഡ് ഓഫിനും അത്ര മെയിനായിട്ട് പോയിട്ടില്ല. ഓണപ്പരിപാടി അങ്ങനത്തേനൊക്കെ ഞാൻ പോയിരുന്നു. പിന്നെ ആദ്യം എനിക്ക് ക്ലാസ്, എൻ്റെ ഫ്രണ്ട്സൊക്കെ വേറെ ക്ലാസ്സിലേക്കായിരുന്നു. അപ്പോൾ ആ ഒരു വിഷമം എനിക്ക് മൊത്തത്തിലുണ്ടായിരുന്നു, ഞാൻ ഒറ്റപ്പെട്ടു എന്നുള്ളൊരു ഇതിൽ. അതുകൊണ്ട് എനിക്ക് നല്ല രീതിക്ക് വെറുത്തിരുന്നു തുടക്കത്തിലൊക്കെ. പിന്നെ ക്ലാസ്സിൽ 1-2 പേരൊക്കെ ആയിട്ട് മുമ്പേ പരിചയം ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും ആയിട്ട് ലാസ്റ്റത്തൊക്കെ ഇപ്പോൾ അത്യാവശ്യം ചെറിയ ബോണ്ടൊക്കെ ഉണ്ടായി. അപ്പോൾ 10നെ പറ്റി ചോദിക്കുകയാണെങ്കിൽ വലിയ കുഴപ്പമില്ലാത്തൊരു സ്കൂൾ ലൈഫ് നമുക്ക് പറയേണ്ടി വരും. ഈ 4 വർഷത്തിൽ ഭേദപ്പെട്ടൊരു വർഷം എന്ന് പറയുകയാണെങ്കിൽ 10ാം ക്ലാസ് എന്ന് പറയേണ്ടി വരും. അങ്ങനെ 10ാം ക്ലാസ്സും അങ്ങനെ കഴിഞ്ഞു പോയി. അങ്ങനെ പിന്നെയുള്ള ലൈഫ് എന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ +1 +2 ലൈഫാണ്. ഈ ലൈഫും അത്ര നല്ല രീതിക്കൊന്നും ആയിരുന്നില്ല. 10 കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി ക്യാരക്ടർ മൊത്തം ചേഞ്ച് ചെയ്യണം, ഇങ്ങനെ പോയി ശരിയാവില്ല. ഇനി നല്ല രീതിക്ക് കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഉണ്ടാക്കണം, എല്ലാവരും നല്ല രീതിക്ക് മിങ്കിളാവണം, ആ ഒരു രീതിയിലായിരുന്നു പോയത്. പക്ഷെ അതും ആ ഒരു ഇതിലേക്ക് മാറിയില്ല. എൻ്റെ 2 ബെസ്റ്റ് ഫ്രണ്ട്സ് എൻ്റെ ക്ലാസ്സിൽ തന്നെയായിരുന്നു. ആ ഒരു വൈബിൽ അങ്ങനെ പോകാന്നല്ലാണ്ട് എക്സ്ട്രാ ഒരു ആക്ടിവിറ്റീസിൽ ഞാൻ ക്ലാസ്സിൽ പങ്കെടുത്തിരുന്നില്ല. എൻ്റെ ക്ലാസ് വെച്ച് ഒരു പരിപാടിക്ക് ഞാൻ പോയിട്ടില്ല. എൻ്റെ സ്കൂളിൽ ഇൻസ്റ്റഗ്രാമിൽ എൻ്റെ സ്കൂളിൻ്റെ പേജിൽ നോക്കുകയാണെങ്കിൽ ഒരു റീലിൽ എന്നെ കാണാൻ പറ്റില്ല, ഒരു ഫോട്ടോയിൽ ഞാൻ ഉണ്ടാവില്ല. അതേപോലെ തന്നെ എൻ്റെ ക്ലാസ്സിൻ്റെ ഇൻസ്റ്റാ പേജിലുണ്ട്, അതിൽ പോലും ഞാൻ ഒരു ഫോട്ടോയിലൊരു ഇല്ല എന്നുള്ള ഷുവറാണ്. അതേപോലെ തന്നെ ക്ലാസ്സിൽ പല പരിപാടികൾ വെച്ചിട്ടുണ്ട്, ഓണപ്പരിപാടി, ക്രിസ്മസ് പരിപാടി, അതുപോലെ ഇഫ്താർ മീറ്റ്. ഇതിന് ഒന്നിനും ഞാൻ പോയിട്ടില്ല. +1 പോയിട്ടില്ല, +2 ഞാൻ പോയിട്ടില്ല. ലാസ്റ്റത്തെ സെൻഡ് ഓഫിന് മാത്രമേ ഞാൻ മര്യാദക്ക് പങ്കെടുത്തിട്ടുള്ളൂ, വേറെ ഒന്നിനും ഞാൻ പോയിട്ടില്ല. ചോദിക്കുകയാണെങ്കിൽ എനിക്ക് മെയിനായിട്ട് പോകാൻ തോന്നിയില്ല. അത്രത്തോളം ആരുമായിട്ട് ഞാൻ മിങ്കിളും കൊണ്ടുവരില്ല. ചിലപ്പോൾ എൻ്റെ കുറ്റം തന്നെ ആയിരിക്കും. ആ ഒരു രീതിയിലാണ് പോയത്. ബാച്ച് വലിയ കുഴപ്പമില്ല എന്ന് പറയേണ്ടി വരും. +1 എനിക്ക് തീരെ ഇഷ്ടമല്ലായിരുന്നു സ്കൂളിൽ പോകാൻ തന്നെ. അത്രത്തോളം ഞാൻ വെറുത്തുമായിരുന്നു. എനിക്ക് സ്കൂൾ ലൈഫ് തന്നെ മെയിനായിട്ട് സയൻസ് എടുത്ത് അങ്ങനെ എല്ലാം കൂടെ ആയിട്ട് എനിക്ക് സ്കൂൾ ലൈഫിന് മൊത്തത്തിൽ വെറുത്തിരുന്നു. പിന്നെ +2 ഒക്കെ എത്തിയപ്പോൾ മനസ്സിലാക്കി നമ്മൾ വിചാരിക്കുന്ന പോലെ എന്നല്ല, അത്യാവശ്യം പഠിക്കുകയാണെങ്കിൽ ഇതൊക്കെ നേടാൻ പറ്റുന്നു. അങ്ങനെ +1 ലൈഫ് ഒരു വലിയ കുഴപ്പമില്ലാത്ത ഒരു 9 പോലെ തന്നെ, എന്നാൽ അത്ര ഇല്ലെങ്കിൽ ഒരു വേഴ്സ്റ്റ് ലൈഫായിട്ട് അങ്ങനെ പോയി. +2 +1 വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ വലിയ കുഴപ്പമില്ലായിരുന്നു. എനിക്ക് നല്ലതായിട്ട് ഓർക്കാനുള്ള എന്താ വെച്ചാൽ, ഞാൻ +1 ചെസ്സ് തുടക്കം ജസ്റ്റ് ഫോണിലൊക്കെ കളിച്ചു തുടങ്ങി. മുമ്പേ ചെസ്സ് കുറച്ച് കളിക്കായിരുന്നു. അങ്ങനെ ചെസ്സ് നല്ല രീതിക്ക് കളിച്ച് ഞാൻ സബ് ജില്ല വരെ പോയി 3rd പ്രൈസ് എനിക്ക് കിട്ടിയിരുന്നു. അങ്ങനെ പിന്നെ അതേപോലെ വേറൊരു ചെസ് മത്സരത്തിന് പോയിട്ട് ടീമായിട്ട് പോയിട്ട് 3 പേരുടെ ടീമായിട്ടാണ് പോയിട്ട് ഞങ്ങൾ ഫസ്റ്റ് അടിച്ചിരുന്നു. ഈ മലപ്പുറം ജില്ലയിൽ ഫസ്റ്റ് അടിച്ചിരുന്നു ഞങ്ങൾ. അപ്പോൾ അതൊക്കെ നല്ലൊരു മെമ്മറബിൾ മൊമെന്റ്സ് ആണ് ശരിക്കും നോക്കുകയാണെങ്കിൽ. അങ്ങനെ +2 ലൈഫൊക്കെ പെട്ടെന്ന് തീർന്നതിന് നമ്മൾ തീരെ അറിഞ്ഞില്ല. പിന്നെ ഞാനിപ്പോൾ തുടങ്ങിയ ചാനലുണ്ടല്ലോ, ഈ ചാനൽ ഞാൻ +1 തുടങ്ങാൻ വിചാരിച്ചിരുന്നു. പക്ഷെ നമ്മുടെ ക്ലാസ്സിലൊക്കെ ഉണ്ടായിരുന്ന വളരെ നല്ല കുട്ടികളായതുകൊണ്ട് എനിക്ക് +1 തുടങ്ങാൻ പറ്റിയില്ല. അതായത് ആരെങ്കിലും ഒരാളുണ്ടാവാൻ, പിന്നെ ഏത് സമയം ടീച്ചേഴ്സിന് മുമ്പിലടിച്ച് വരെ ആക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അങ്ങനെ വിചാരിച്ചിട്ട് ഞാൻ തുടങ്ങിയില്ലായിരുന്നു, പേടിച്ചിട്ട്. എനിക്ക് എല്ലാത്തിനും പേടിയായിരുന്നു. പൊതുസമൂഹം കണ്ടാൽ എന്തിതാക്കും, പക്ഷെ താല്പര്യമാണെങ്കിൽ അങ്ങനത്തെ താല്പര്യങ്ങളും. അങ്ങനെ ഞാൻ ചാനൽ തുടങ്ങിയില്ല. അങ്ങനെ +2 ഡിസംബറൊക്കെ ആയപ്പോൾ ഇനി നിന്നിട്ട് കാര്യമില്ല. കാരണം നമ്മൾ ഭാവിയിൽ വിചാരിക്കരുത് അന്ന് ചെയ്താൽ മതിയായിരുന്നത്. ടൈം നമുക്കിവിടെ ഒരിക്കലും വെയിറ്റ് ചെയ്ത് നിൽക്കില്ല. ഓൺ ദി സ്പോട്ട് ഞാൻ വീഡിയോ ഇടാൻ തുടങ്ങി. അങ്ങനെ വലിയ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഗ്രോത്ത് ഉണ്ടായി. അങ്ങനെ ഗ്രോത്ത് കൂടി വന്നപ്പോൾ ക്ലാസ്സിൽ 1-2 പേരൊക്കെ കണ്ടു. പക്ഷെ അവരെന്നെ കാര്യങ്ങളൊക്കെ അറിയിച്ചു. പക്ഷെ അവർ ക്ലാസ് ഗ്രൂപ്പിലൊന്നും അങ്ങനെ അവതരിപ്പിച്ചില്ല. പിന്നെ കുറച്ചും കൂടെ നല്ലോണം ഗ്രോത്ത് ആകാൻ തുടങ്ങിയപ്പോൾ ക്ലാസ് ഗ്രൂപ്പിലും എല്ലാം അറിഞ്ഞു. പക്ഷെ വിചാരിച്ചൊന്നും സംഭവിച്ചില്ല. ചിലപ്പോൾ എനിക്ക് വലിയ ഗ്രോത്ത് ഉള്ളതുകൊണ്ടായിരിക്കും, കുഴപ്പമില്ലാത്തൊരു ഗ്രോത്ത് ചാനൽ ഉള്ളതുകൊണ്ടായിരിക്കും. ആരും കളിയാക്കുന്നില്ല, പറഞ്ഞവരൊക്കെ സപ്പോർട്ട് ചെയ്യുകയാണ് ചെയ്തത്. എന്നാലും എന്നെ ചിന്തിച്ചപ്പോൾ എനിക്ക് ഈ ചാനൽ വലിയൊരു ഉപകാരം ഉണ്ടായി. കാരണം ഈ ചാനൽ തുടങ്ങിയതിനു ശേഷം എനിക്ക് ക്യാരക്ടറിന് നല്ല രീതിക്ക് ഡെവലപ്മെന്റ് ഉണ്ടായെന്ന് പറയേണ്ടി വരും. കാരണം ഇപ്പം എൻ്റെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് നല്ലോണം കൂടിയിട്ടുണ്ട്. ഇപ്പം എനിക്ക് പുറത്തുനിന്ന് ആരോട് സംസാരിക്കാൻ ഒരു മടിയും നാണമില്ല. ആരോടാണെങ്കിലും എനിക്ക് നല്ല രീതിക്ക് എനിക്ക് സംസാരിക്കാൻ കഴിയും, മിങ്കിൾ ചെയ്യാൻ കഴിയും. ഇതിനൊക്കെ കാരണം എന്ന് പറയുന്നത് ഈ ചാനൽ തന്നെയാണ്. ഈ ചാനലിന് ഒരുപാട് എൻ്റെ ക്യാരക്ടർ ഡെവലപ്മെന്റിന് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. എനിക്കിപ്പോഴും തോന്നുന്നുണ്ട് ഞാൻ ഈ ചാനൽ തുടങ്ങിയില്ലായിരുന്നെങ്കിൽ എൻ്റെ ലൈഫ് വേറെ രീതിയിലായിരിക്കുന്നു. കാരണം പഴയ പോലെ തന്നെ പിന്നെയും തുടർന്ന് ആഗ്രഹിച്ച കാര്യങ്ങൾ ചെയ്യാൻ പറ്റാണ്ട് ബാക്കിയുള്ളവർ എന്ത് വിചാരിക്കുന്നുള്ള ആ ഒരു ഇതിൽ തന്നെ ഞാൻ നിന്നു പോയനെ. പക്ഷെ അതൊക്കെ ഈ ചാനൽ എനിക്ക് ശരിക്കും മാറ്റാൻ സാധിച്ചു. അതെല്ലാം ഇപ്പം മാറിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്ന കാര്യങ്ങൾ ചെയ്യാനുള്ള പ്രചോദനം കിട്ടിയിട്ടുണ്ട്. അതിനൊരു വലിയ എക്സാമ്പിളാണ് ഈ ചാനൽ എന്ന് പറയുകയാണെങ്കിൽ. നിങ്ങൾ തന്ന സപ്പോർട്ടും ചില്ലറല്ല. ഞാൻ പ്രതീക്ഷിക്കാത്ത സപ്പോർട്ട് എനിക്ക് ഈ കാലയളവിൽ ഞാൻ എത്രത്തോളം സപ്പോർട്ട് ശരിക്കും പ്രതീക്ഷിച്ചില്ല. ആ ഒരു സപ്പോർട്ടാണ് എനിക്ക് കിട്ടിയത്. ഒരുപാട് പേര് നല്ല കമൻസ് കിട്ടിയിട്ടുണ്ട്.
എക്സാംസ് ഒക്കെ ടൈറ്റായി വിഷമിച്ചപ്പോൾ നല്ല മോട്ടിവേഷൻസ് കിട്ടിയിട്ടുണ്ട്. ഇതിനെല്ലാം കാരണം നല്ല സബ്സ്ക്രൈബേഴ്സ് തന്നെയാണ്. അപ്പോൾ തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. മൊത്തത്തിൽ നല്ലതും ചീത്തതായിട്ടുള്ള കുറേ കാര്യങ്ങൾ, മോശം കാര്യങ്ങൾ ഈ അടുത്ത കാലത്തൊക്കെ കുറേ സംഭവിച്ച സ്കൂൾ ലൈഫാണ് എനിക്കുള്ളത്. അപ്പോൾ ഇത്ര കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങളും നിങ്ങളുടെ സ്കൂൾ ലൈഫ് എങ്ങനെ ഉണ്ടായിരുന്നു അടിയിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതിൽ വീഡിയോ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. ഇനി ഏതുതരം കണ്ടന്റ്സ് വേണം നിങ്ങൾ അടിയിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് എന്തായാലും അടുത്ത് തന്നെ കാണാം. അപ്പോൾ ശരി, ബൈ.